ദീപ രാഹുൽ ദാസ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ ഈശ്വറിന്റെ പത്നി നമുക്കൊപ്പമുണ്ട്. ദീപ, എങ്ങനെയാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല, എങ്ങനെ കാണുന്നു? അത് ഇത്തിരി ഒരു ഇതായിരുന്നു, ഒരു നിരാശയായിരുന്നു. നമ്മള് ബെയിലിന് നോൺ ബെയിലബിൾ ആയ ഒരു ഒഫൻസ് അതിന്റെ ഉള്ളിൽ അവർ ചേർത്തിട്ടുണ്ട്. അത് നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ബെയില് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ അടുത്ത നടപടികളിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ബെയില് ഡിസ്മിസ് ആയതുകൊണ്ട് തന്നെ ഒരു നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഹങ്കർ ഫാസ്റ്റിലേക്ക് പോകും തന്നെയാണ് പറയുന്നത്. കാരണം അതില് ബെയിൽ റിജക്ട് ചെയ്യേണ്ട വിധത്തിലുള്ള ഒന്നും തന്നെ ഇല്ല, അതിനുള്ള എവിഡൻസ് ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സെക്ഷലി കളേർഡ് ആയ റിമാർക്സ് എന്ന് പറയുന്ന സെക്ഷൻ 75(1) ആണ് ചേർത്തിരിക്കുന്നത്. അതിനുള്ളൊരു ഗ്രൗണ്ട്സ് ഒന്നും ഉള്ളതായിട്ട് എങ്ങും വന്നിട്ടില്ല. എന്നിട്ടും പിന്നെ നമ്മൾ ലാപ്ടോപ്പും കൊടുത്തു, ലാപ്ടോപ്പ് സീസ് ചെയ്തു, എന്നിട്ടും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ റിജക്ട് ചെയ്തു എന്നുള്ളതിന് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹങ്കർ ഇതിന് വേണ്ടിയിട്ട് ഹങ്കർ ഫാസ്റ്റിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഇത് ജയിലിൽ അത്തരം ഒരു നിരാഹാര സമരം നടത്തുമെന്നാണോ രാഹുൽ പറഞ്ഞിരിക്കുന്നത്? അതെ അതെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനപ്പുറം നിയമ നടപടികൾ തുടർന്ന് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? മേൽക്കോടതിയിലേക്ക് പോകണ്ടോ? പോകുന്നുണ്ട്. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി ദീപ, ഒരു കാര്യം കൂടി. ഇതിപ്പോൾ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ലാപ്ടോപ്പിൽ നിന്നടക്കം പ്രധാനപ്പെട്ട ചില തെളിവുകൾ കിട്ടിയെന്നാണ് പോലീസ് പ്രോസിക്യൂഷൻ ഇന്ന് ജഡ്ജിന് മുന്നിൽ വാദിച്ചത്. തെളിവുകളാണ്, അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നുള്ളതിന്റെ ഒരു എന്താണ് ആ റിമാർക്ക് എന്നുള്ളത് പോലും അവർ പറഞ്ഞിട്ടില്ല ആ റിമാൻഡ് റിപ്പോർട്ടിൽ. അപ്പൊ അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അവർക്ക് തന്നെ അറിയില്ല. അപ്പം അത് അവിടെ കോടതിയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ്. ദീപ, ഈ അതിജീവിതയുടെ ആ കുട്ടിയുടെ ഫോട്ടോ രാഹുലിന്റെ മൊബൈലിലോ അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിലോ ഉണ്ടായിരുന്നോ? ഇല്ല, ഫോട്ടോ കുട്ടിയുടെ അല്ലെ, ഇതിപ്പം കുട്ടിയുടെ ഫോട്ടോ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ, നമ്മളെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ടില്ല ലാപ്ടോപ്പിനുള്ളിൽ ഉണ്ടോന്ന്. ഇവിടെ ആസ്കിങ് വാസ് ഇറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അത് പുറത്ത് വന്നിട്ടുണ്ടോ, രാഹുലിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ ഓരോരുത്തരുടെ ലാപ്ടോപ്പിൽ പല കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ അബൈഡിങ് ബൈ ദി ലോസ് അത് പുറത്ത് വന്നിട്ടുണ്ടോ എന്നല്ലേ നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളത് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അതെങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ നിങ്ങൾക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ? പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് സൂക്ഷിച്ചു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമല്ലേ? അത് വളരെ ലീമായ ഒരു ആർഗ്യുമെന്റ് അല്ലേ? ശരി, ഈ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് ആയിരുന്നു ഹാജരായത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനാണ്. എന്തെങ്കിലും നിയമസഹായം കിട്ടിയിട്ടുണ്ടോ? അവര് രാഹുൽ മാങ്കൂട്ടൊക്കെ സഹായം നൽകിയിട്ടുണ്ടോ? അല്ല, അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് ഹാവ് എനി കോമന്റ്സ് ഓൺ ദാറ്റ്. നമ്മളൊരു ഇവിടുത്തെ ഏറ്റവും ലീഡിംഗ് ആയ ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ ഇതിൽ എൻഗേജ് ചെയ്തു എന്നേ ഉള്ളൂ. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകും അല്ലേ? ദീപ രാഹുൽ ഈശ്വറാണ് പ്രതികരിച്ചത്. എന്തായാലും ഈ കേസിൽ സുപ്രധാനമായ നീക്കമാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ലാപ്ടോപ്പ് ഒപ്പം തന്നെ മൊബൈൽ ഫോണിൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഈ അതിജീവിതയുടെ ചിത്രങ്ങളടക്കമുണ്ട്. ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്കും മറ്റാളുകളിലേക്കും എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നു. ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ കഴിഞ്ഞകാല ചില പരാമർശങ്ങളടക്കം പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടി ഇതുകൂടി കോടതി പരിഗണിച്ചു കണ്ടാണ് ഈ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഇത് രാഹുൽ ഈശ്വർ മാത്രമാണ്, മറ്റൊന്ന് ഇനിയും മറ്റുള്ളവരുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവുണ്ട്. ഒപ്പം തന്നെ ദീപ ജോസഫ് അടക്കമുള്ളവരുടെ